മലബാറിലെ മാപ്പിള ചരിത്രവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ അടുത്ത ഘട്ടം എന്ന നിലയിൽ പറയുന്നതാണ് മൈസൂർ ഭരണാധികാരികളായ ഹൈദരലിയും മകൻ ടിപ്പു സുൽത്താനും മലബാറിൽ നടത്തിയ സൈനിക ഇടപെടലുകളും അത് ആ സമൂഹത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും എന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടെയാണ് മൈസൂരിൽ ഹൈദരലി ഒരു വലിയ ശക്തിയായി ഉയർന്നു വരുന്നത്. ഒരു സമയത്ത് ബ്രിട്ടീഷ് ശക്തി പോലും ഹൈദരലിയുടെ മുന്നിൽ തോൽക്കുന്ന അവസ്ഥകളുമുണ്ടായി. അതുപോലെ അതിവേഗ ആക്രമണ ശൈലിയുടെ വക്താവായിരുന്ന ഹൈദരലി മികച്ചൊരു നായകനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വ വ്യാപ്തി എല്ലാ ദിശകളിലേക്കും നീങ്ങുകയും ചെയ്തു. 1780-കളിൽ ആ കാല ഇന്ത്യൻ മേഖലയിൽ തന്നെ ഏറ്റവും ശക്തിയേറിയ സൈന്യത്തെ സൃഷ്ടിച്ച ചരിത്രം കൂടി ഹൈദരലിക്ക് സ്വന്തമാണ്. അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനും ആക്രമണ വഴികളിൽ നിറഞ്ഞു നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ കാലത്തും സാമ്രാജ്യത്വ ചിന്തകൾ തുടരുകയും ചെയ്തു. മലബാർ മേഖലകൾ മൈസൂർ അതിർത്തിയോട് ചേർന്നാണ് എന്നൊക്കെ പറയാമെങ്കിലും കാടും മലനിരകളും കടന്ന് അവർ ഇവിടെ എത്താൻ വേറെയും കാരണങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഒന്നാമതായി, മലബാർ മേഖലയാകെ രാഷ്ട്രീയമായി ദുർബലമായ ഒരു പ്രദേശമായിരുന്നു. ആ കാലത്ത് യൂറോപ്യന്മാർ ഈ മേഖലയിൽ ആകെ ഉണ്ടെങ്കിലും തീരങ്ങളിൽ മാത്രമായിരുന്നു അവരുടെ പ്രവർത്തന മേഖല. ഫ്യൂഡൽ വ്യവസ്ഥിതിയിലുള്ള ഹിന്ദു രാജാക്കന്മാർ പരസ്പരം പോരടിച്ചിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അതൊക്കെ. ഭൂപ്രഭുക്കളുടെ കയ്യിലായിരുന്നു ഇവിടെയുള്ള ഭൂമിയൊക്കെ തന്നെ. അതുപോലെ മലബാർ എന്നത് സമ്പത്ത് സൃഷ്ടിക്കുന്ന ഒരു മേഖലയായിരുന്നു. കച്ചവട വഴികളിൽ നികുതി വരുമാനം വലിയ തോതിൽ തന്നെ ചെറിയ രാജാക്കന്മാർക്ക് പോലും ലഭിച്ചിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സമുദ്ര സാമീപ്യവും നിർണായകമായിരുന്നു. അതിർത്തി മേഖലകളിലെ ശക്തരെ സംബന്ധിച്ചിടത്തോളം ദുർബലമായി നിന്നിരുന്ന മൈസൂർ മേഖലയിൽ 1757ഓടെ മൈസൂരിനെ രക്ഷിക്കാനായി സൈനിക തലവനായി മാറുന്ന ഒരാളാണ് ഹൈദരലി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്വാനത്തിൽ തന്നെയാണ് അദ്ദേഹം എതിർശക്തികളെ പ്രതിരോധിക്കുന്നതും ഉയരുന്നതുമെല്ലാം. അപ്രകാരം നിസാമിനെയും ഇംഗ്ലീഷിനെയും ഒക്കെ വിറപ്പിക്കുന്ന ഒരു ശക്തിയായി കൂടി ഹൈദരലി അതിവേഗം മാറുന്നുണ്ട്. സാമ്രാജ്യത്വ ആശയങ്ങളിൽ അദ്ദേഹം മിക്കവാറും വിജയവും നേടിയിരുന്നു. ഡിണ്ടിഗലിലെ കമാൻഡറായിരിക്കെ സാമൂതിരിക്കെതിരെ പാലക്കാട് രാജാവ് സഹായ അഭ്യർത്ഥന നടത്തിയതിലൂടെയാണ് ഹൈദരലി ആദ്യം കേരളത്തിലെത്തുന്നതും സാമൂതിരിയെ തോൽപ്പിക്കുന്നതുമെല്ലാം. ഇതിൽ സാമൂതിരിക്ക് വലിയൊരു തുക കപ്പം നൽകേണ്ടതായും പിന്നീട് ബാക്കിയുള്ള തുക സാമൂതിരി നൽകാത്ത അവസ്ഥയുമൊക്കെ വന്നിരുന്നു. ഇതൊക്കെ തന്നെയും കാരണങ്ങളായി വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. തൻ്റെ വികസന നയത്തിൻ്റെ ഭാഗമായി 1766-ൽ 12,000-ഓളം വരുന്ന സൈനികരുമായി ഹൈദരലി ഉത്തര കേരളത്തിലൂടെ കേരളത്തിലേക്ക് പ്രവേശിച്ചു. തങ്ങളുടെ സൗഹൃദത്തിലായിരുന്ന ഫ്രഞ്ചുകാരുടെ മാഹി തുറമുഖത്തേക്ക് സുരക്ഷിതമായ ഒരു പാത എന്നതൊക്കെ ഇതിനു പുറകിലെ ലക്ഷ്യങ്ങളായി കൂടി കാണാം. ഇവിടെ ഉണ്ടായിരുന്ന മാപ്പിളമാർ ഹൈദരലിയെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഏതാണ്ട് 8,000-ഓളം മാപ്പിളമാർ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ചേരുകയുണ്ടായി. ഹൈദരലി ഇവിടെ ഉണ്ടായിരുന്ന മാപ്പിളമാരുമായി സഹകരിക്കാനും തയ്യാറായിരുന്നു. ഹൈദരലി അതിവേഗം മലബാർ തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും കോഴിക്കോട് പിടിച്ചതിനെ തുടർന്ന് സാമൂതിരി സ്വയം ഇല്ലാതാവുന്ന അവസ്ഥകളുമൊക്കെ വന്നെത്തി. ഇത്തരം ആക്രമണ വഴികളിലെല്ലാം തന്നെ മാപ്പിളമാർ ഹൈദരലിയെ സഹായിച്ചതായി കാണാം. പിന്നീട് ഹൈദരലി കോഴിക്കോട് ഒരു ഗവർണറെ നിയമിക്കുകയും അവിടെ സൈനികരെ നിലനിർത്തുകയും ചെയ്തു. പ്രാദേശികമായ ഓരോ രാജാവും നൽകേണ്ട കപ്പവും തീരുമാനിച്ചു. അതുവരെയും പിന്നണിയിൽ ഒതുങ്ങി കഷ്ടപ്പെടേണ്ടി വന്ന മാപ്പിളമാർക്ക് വീണ്ടും പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടു. വടകര മേഖലയിൽ തൻ്റെ പ്രധാന ഫാക്ടറി തന്നെ സ്ഥാപിച്ച് കയറ്റുമതിയിലെ കുത്തക നേടാനും നടപടികൾ ഹൈദരലി എടുത്തു. മൈസൂർ ഭരണാധികാരിയുടെ അടുത്ത ആളായി മാറിയ അറക്കൽ ആലി രാജാവ് കോലത്തിരിയേക്കാൾ ശക്തനെന്ന നിലയിൽ ഉയർത്തപ്പെട്ടു. ചുരുക്കിയാൽ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥിതികളെ അതിവേഗം മാറ്റിമറിക്കുന്നതിന് ഹൈദരലിയുടെ മുന്നേറ്റം കാരണമായി. ഇവിടെ ഉണ്ടായിരുന്ന ഭൂപ്രഭുക്കന്മാർക്കും മാടമ്പികൾക്കുമൊക്കെ, അഥവാ ഇവിടെ ഉണ്ടായിരുന്ന പ്രബലരായിരുന്നവർക്കെല്ലാം തന്നെ കനത്ത നികുതിയായിരുന്നു ഹൈദരലി ചുമത്തിയിരുന്നത്. ഇതിൽ അസ്വസ്ഥരായിരുന്ന സ്വതന്ത്രരായ നായന്മാർ ഹൈദരലിയുടെ പിൻവാങ്ങലിന് ശേഷം ഇവിടെ കലാപക്കൊടി ഉയർത്തുകയുണ്ടായി. അപ്രകാരം ആക്രമണ പ്രത്യാക്രമണങ്ങളായി അടുത്ത 30 വർഷത്തെ മലബാർ ചരിത്രം ഈ രീതിയിലായിരുന്നു എന്ന് കാണാം. മൈസൂരിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും ഹൈദരലി മലബാറിലെത്തി. അന്ന് മഞ്ചേരിയൊക്കെ ആസ്ഥാനമാക്കിയാണ് അദ്ദേഹം നിലകൊണ്ടത്. എതിർത്തിരുന്നവരെ പൂർണ്ണമായി അടിച്ചമർത്തുകയും പിന്തുണയ്ക്കുന്നവർക്ക് സഹായങ്ങളും നൽകി. പട തിരിച്ചു പോകുമ്പോൾ പക്ഷേ വീണ്ടും മലബാറിൽ അശാന്തി പടർന്നുകൊണ്ടേയിരുന്നു. 1768-ൽ വീണ്ടും മൈസൂർ പട എതിരാളികളെ അടിച്ചമർത്തി. എന്നാൽ അത് കഴിഞ്ഞ് പതിയെ വീണ്ടും കലാപക്കൊടി ഉയർന്നു. 1773-ൽ ഹൈദരലി വീണ്ടും മലബാർ പിടിച്ചെടുക്കുന്നുണ്ട്. 1776-ഓടെ
തൃശ്ശൂരും കൊച്ചിയുമൊക്കെ ഹൈദരലിയുടെ ശക്തി അറിയുന്നുണ്ട്. 1779 മലബാറിൽ പുതിയ വഴികൾ തുറന്നു കിട്ടിയ ബ്രിട്ടീഷ് ഹൈദരലിയുടെ സഖ്യമായ മാഹി പ്രദേശം പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഹൈദരലിക്ക് തിരിച്ചടിയായി മാറുന്നുണ്ട്. തലശ്ശേരിയിൽ വെച്ച് മൈസൂർ പടയെ തോൽപ്പിക്കാനും അന്ന് ബ്രിട്ടീഷിനായി. ഏതായാലും 1782 ഹൈദരലി മരണപ്പെടുന്നതുവരെയും മലബാറിൽ മാപ്പിളമാരും നായന്മാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും മൈസൂർ പടയും ഉൾപ്പെട്ട യുദ്ധങ്ങൾ തുടർന്നു പോന്നു. 1784 കരാർ അനുസരിച്ച് മലബാർ ടിപ്പു സുൽത്താൻ്റെ കൈകളിൽ തന്നെ അടുത്ത യുദ്ധം വരെ തുടർന്നു. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഒക്കെ മതനയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഭരണമികവിലും നേതൃത്വ മികവിലും മതനയത്തിലുമെല്ലാം തന്നെ ടിപ്പു സുൽത്താനേക്കാൾ മികച്ചു നിന്നത് ഹൈദരലിയാണെന്ന് കാണാം. ഇരുവരും മതനയത്തെ രാഷ്ട്രീയ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് എങ്കിലും ഹൈദരലി മതത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്ത വ്യക്തി കൂടിയായിരുന്നു. പൊതുവിൽ സഹിഷ്ണുതാ നയമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ മലബാറിലെത്തുന്ന മൈസൂർ പട നേരിടുന്നത് പുതിയൊരു സാമൂഹിക ക്രമത്തെ തന്നെയായിരുന്നു. ഒരു വിഭാഗം, പ്രത്യേകിച്ച് നായന്മാർ, മൈസൂരിൻ്റെ ഏറ്റവും ശക്തരായ എതിരാളികളായി ഇവിടെ നിലകൊണ്ടപ്പോൾ മറ്റൊരു വിഭാഗം, അതായത് മാപ്പിളമാർ, ഈ വരവിനെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. യൂറോപ്യന്മാരുടെ വരവിനെ തുടർന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ട ജീവിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഉതകും എന്ന നിലയിലാണ് മാപ്പിളമാർ ഇതിനെ നോക്കിക്കണ്ടത് എന്നും പറയാം. ഇത്തരമൊരു സാഹചര്യത്തിൽ നേരിടാൻ പോകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ഹൈദരലിക്ക് സഹായം നൽകുന്ന ഒരു ഉപകരണമായി മതം മാറുകയും ചെയ്തു. ഒരു കാലത്ത് കേരളത്തിൻ്റെ മേഖലകളിൽ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നത് തീർത്തും പാവപ്പെട്ടവരായ പൊതുസമൂഹത്തിൽ പ്രാധാന്യമില്ലാത്ത സാധാരണ ജനതയായിരുന്നെങ്കിൽ മൈസൂർ ഭരണകാലത്ത് പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നത് ഉയർന്ന ശ്രേണിയിലുള്ള പ്രത്യേകിച്ച് ഭൂപ്രഭുക്കന്മാരും നായർ പടയാളി കുടുംബങ്ങളുമൊക്കെ ആയിരുന്നു. ഹൈദരലിയുടെ എതിരാളികളെ അടിച്ചമർത്തൽ നയത്തിൽ കൂടുതലും നേരിടേണ്ടി വന്നതും ഇതേ നായന്മാർക്ക് തന്നെയായിരുന്നു. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അനേകം പേർ ഇവിടെ കൊല്ലപ്പെട്ടു. ഒട്ടനവധി പേർ ആ കാലത്ത് തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെടുകയുമുണ്ടായി. നായന്മാരുടെ കലാപത്തെ ഇല്ലാതാക്കാനായി ഹൈദരലി ആയിരക്കണക്കിന് നായന്മാരെ മൈസൂരിലെ ജനവാസമില്ലാത്ത മേഖലകളിലേക്ക് നാട് കടത്തിയതായി പറയുന്നുണ്ട്. എന്നാൽ അതിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് മരണപ്പെടാതെ രക്ഷപ്പെട്ടത് എന്നും പറയുന്നുണ്ട്. തുടക്കത്തിൽ ഹൈദരലിയെ എതിർത്തിരുന്നവരോട് മുച്ചൂടും മുടിക്കും എന്നൊരു സമീപനമായിരുന്നു അദ്ദേഹത്തിന് എന്ന് മനസ്സിലാക്കാം. ആദ്യകാലങ്ങളിൽ ഏവരും ഹൈദരലിയെ ഭയപ്പെടുകയും ചെയ്തിരുന്നു. മിക്കവരും കാടുകളിലാണ് ആ സമയം ജീവിതമൊക്കെ നയിക്കുന്നത്. തുടർന്ന് കുറച്ച് കഴിഞ്ഞ് മാത്രമാണ് ഹൈദരലി തൻ്റെ നയത്തിൽ മാറ്റം വരുത്തുന്നതും സമാധാനമെങ്കിൽ അടിച്ചമർത്തലില്ല എന്ന നയത്തിലേക്കൊക്കെ വരുന്നതും. നായന്മാരോട് ഹൈദരലി മതപരമായ ഒരു നീക്കം കൂടെ നടത്തുകയുണ്ടായി. എതിർക്കുന്നവരുടെ എല്ലാ അവകാശങ്ങളും പദവികളും റദ്ദാക്കണമെന്നും അവരെ താഴ്ന്നവരായി കാണണമെന്നും ഹൈദരലി നിലപാടെടുക്കുന്നുണ്ട്. പകരം ഇസ്ലാം മതം സ്വീകരിക്കുന്ന നായന്മാർക്ക് നഷ്ടപ്പെട്ട പദവികൾ തിരികെ നൽകും എന്നൊരു വിളംബരവും അദ്ദേഹം സൃഷ്ടിച്ചു. വടക്കൻ മലബാറിലെ മാപ്പിളമാർക്കിടയിലെ ഇന്നും നിലനിൽക്കുന്ന തറവാട്ട് പേരുകൾ, സമ്പന്നരായ മുസ്ലിം ഭൂപ്രഭുക്കൾ, മരമക്കത്തായ സമ്പ്രദായം എന്നിവയൊക്കെ മതപരിവർത്തനം അവിടെ നടന്നതിൻ്റെ തെളിവുകളായൊക്കെ കാണാം. തെക്കൻ കേരളത്തിൽ ഇവ കാണുകയും ബുദ്ധിമുട്ടാണ്. ഹൈദരലി മതപരമായി വലിയ ജീവിതം നയിച്ച ആളൊന്നുമല്ലെന്നിരിക്കെ അദ്ദേഹം കീഴടക്കിയ മേഖലകളിൽ നടത്തിയ ഇത്തരം നടപടികൾ എന്നത് അവിടെയുള്ള ജനങ്ങളെ തനിക്കും തൻ്റെ ഭരണകൂടത്തിനും കീഴിൽ ഒതുക്കാനുള്ള ഒരു കടത്ത മാർഗമായി അനുമാനിക്കാം. ഹൈദരലി കടുത്ത പ്രതികാര ബുദ്ധിയുള്ള ആളായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എതിർത്തിരുന്നവരെ അദ്ദേഹം പൂർണ്ണമായി ഇല്ലാതാക്കിയിരുന്നു എന്നതും സ്വാഭാവികമാണ്. ഹൈദരലി മതപരമായി അല്ല നിലകൊണ്ടത് എന്ന വാദത്തിനും മലബാറിൽ തന്നെ സൂചനയുണ്ട്. മലബാറിലെ ഉദ്യോഗസ്ഥർ പലരും ബ്രാഹ്മണരായിരുന്നു. കണ്ണൂരിലെ ആലി രാജാവ് കപ്പം നൽകുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം കോലത്ത് നാട്ടിലെ നായർ രാജാവിനെ തന്നെ വീണ്ടും അധികാരത്തിലേറ്റുകയുണ്ടായി. ഈ രാജാവ് പിന്നീട് മാഹി സംരക്ഷിക്കുന്നതിനായി 1500 നായർ പടയാളികളെ വിട്ടു നൽകി ഹൈദരലിയെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഹൈദരലി നായന്മാരുടെ പൊതുവായ ഒരു ശത്രുവായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു. മറാത്തയോട് ഏറ്റുമുട്ടാനുള്ള സൈനിക ശേഷി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈദരലി മലനിരകൾ താണ്ടി പലയിടത്തേക്കും എത്തുന്നത്. അപ്രകാരം പണം എന്നതായിരുന്നു ഹൈദരലിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നവരുണ്ട്. അന്നത്തെ കാലത്ത് സമ്പത്ത് മുഴുവനും ഉയർന്ന മേഖലകൾ കൈയടക്കിയിരുന്നത് കൊണ്ട് തന്നെ ഹൈദരലിയുടെ ആക്രമണം പ്രധാനമായും അവരെ ലക്ഷ്യം വെച്ചു എന്ന രീതിയിലും അനുമാനങ്ങളുണ്ട്. ഹൈദരലിയുടെ ഭരണകാലയളവിൽ പല ആക്രമണങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും അതിവേഗമുള്ള ആക്രമണങ്ങളിൽ അതീവ ശക്തി കാണിച്ച ധീരതയിലും നേതൃശേഷിയും ഒക്കെ നിറഞ്ഞു നിന്ന ഒരാൾ തന്നെയായിരുന്നു മകനായിരുന്ന ടിപ്പു സുൽത്താനും.
അതിനൊപ്പം തന്നെ ടിപ്പു സുൽത്താൻ മികച്ച വിദ്യാഭ്യാസമുള്ളവനും കടുത്ത വിശ്വാസിയുമൊക്കെയായിരുന്നു എന്ന് കാണാം. ഹൈദരലി മലബാറിൽ നടത്തിയിരുന്ന നടപടികളെക്കാൾ കൂടുതൽ മർദ്ദിതമായ നയം ടിപ്പു സുൽത്താൻ ഇവിടെ പലപ്പോഴും നടത്തിയിരുന്നതായും കാണാം. മൈസൂർ ഭരണം മിക്കപ്പോഴും കലാപക്കൊടികൾ ഉയർന്നതിനാൽ സമാധാനപരമായി മുന്നോട്ടു പോവുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. 1789 ടിപ്പു സുൽത്താൻ തന്നെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഫറൂഖിൽ ഒരു കോട്ട സൃഷ്ടിച്ച് ഒരു പുതിയ തലസ്ഥാനമാക്കി ഭരണം നടത്തുന്നതിനുമൊക്കെ നടപടികൾ എടുത്തിരുന്നതായി കാണാം. ഇതേ സമയത്ത് തന്നെയാണ് തിരുവിതാംകൂർ ആക്രമണത്തിനൊക്കെ ടിപ്പു മുതിരുന്നതും ബ്രിട്ടീഷിൻ്റെ ഭീഷണി ഉയരുന്നതും അടുത്ത യുദ്ധം ഉണ്ടാവുന്നതുമെല്ലാം. ഏതായാലും ഇപ്രാവശ്യത്തെ യുദ്ധത്തിൽ മലബാറിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഹിന്ദു രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുമായി കൈകോർത്തു. തിരൂരങ്ങാടിയിൽ വെച്ച് നടന്ന നിർണായക യുദ്ധത്തിൽ 9000 മൈസൂർ സൈനികരും 4000-ഓളം വരുന്ന മാപ്പിളമാരും വരുന്ന പടയെ ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെടുത്തി. കണ്ണൂരിലെ അറക്കൽ ബേവിക്ക് ബ്രിട്ടീഷിന് മുന്നിൽ കീഴടങ്ങേണ്ടിയും വന്നു. യുദ്ധം കഴിഞ്ഞ് കരാർ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുക കൂടി ചെയ്തതോടെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയും അതോടെ പുതിയൊരു കാലഘട്ടത്തിൻ്റെ തുടക്കമാവുകയും ചെയ്തു. മൈസൂർ രീതികളോട് അനുസരണക്കേട് കാട്ടുന്ന ഏതൊരു വിഭാഗത്തോടും അടിച്ചമർത്തൽ നയം നമുക്കിവിടെ കാണാം. കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ നാശം സംഭവിക്കുമെന്ന കൃത്യമായ ഭീഷണിയും അത് നടപ്പിലാക്കുകയും കൂടി മൈസൂർ ഭരണകൂടം ഇവിടെ ചെയ്തിരുന്നു. പലപ്പോഴും നിലവിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരും നായർപ്പടയിൽ പലരുമൊക്കെ ഒന്നുകിൽ മതം മാറുകയോ തിരുവിതാംകൂറിലേക്കോ കാടുകളിലേക്കോ ഒക്കെ ഓടിപ്പോവുകയുമാണ് ഉണ്ടായത്. മറ്റുള്ളവരാകട്ടെ അവസാനം വരെ പോരാടാനും തീരുമാനിച്ചു. ഉയർന്ന ജാതിയിലുള്ളവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് പോലും ഈ കാലം മൈസൂർ പട നടപടികൾ എടുത്തതായും പറയാം. ഇവിടെയുണ്ടായിരുന്ന രാഷ്ട്രീയ സാമൂഹിക ഘടനയെ അനുകൂലമാക്കാൻ മൈസൂർ മേഖല നടത്തിയ നീക്കങ്ങൾ ഇവിടെ ഒരു മതപരമായ അടിച്ചമർത്തലിന് കൂടെ ഒരു കാരണമായി എന്ന് പറയാം. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നതിനേക്കാളുമൊക്കെ അവർ ഇവിടം ഭരിച്ച കാലയളവിൽ ഇവിടെ പൊതുവിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയെന്നതും ഈ സമൂഹത്തിലുണ്ടായ നല്ല കാര്യങ്ങളും ആഘാതവും എന്തൊക്കെയെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട കാര്യങ്ങളുമാണ്.